ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ അപ്ഡേഷൻ നോക്കാം. ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കാർഡ് അനീഷ് പൊളിച്ചോ? ഇങ്ങനെയൊരു പ്രോമോ ഇപ്പോൾ ഏഷ്യനെറ്റിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഇഷ്യൂ സത്യം പറഞ്ഞാൽ രാവിലെ സംഭവിച്ചതാണ്. ലൈവ് കണ്ടവർക്കറിയാം. നമ്മുടെ അനീഷും ഷാനവാസും തമ്മിൽ രാവിലെ ഒന്ന് കൊമ്പ് കോർത്തിരുന്നു. ഷാനവാസ് സത്യത്തിൽ ഫ്രണ്ട്ഷിപ്പ് കാർഡ് ഉപയോഗിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജെനുവിനായിട്ട് ഓർഗാനിക്കായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിലെത്തിയവരാണ് ഷാനവാസും അനീഷും. പിന്നെ ഇങ്ങനൊരു കോയിൻ്റെ കാര്യത്തിൽ ഇവർ തമ്മിൽ പ്രശ്നം വന്നു. അനീഷ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളിൽ മറ്റാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, എൻ്റെ സാധനങ്ങൾ ആരും എടുക്കുന്നതും എനിക്കിഷ്ടമല്ല. എന്നിട്ടും ഞാൻ എന്നെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, പതുക്കെ പറ്റുകയുള്ളൂ. അനീഷിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഷാനവാസ്. എന്നിട്ടും ഷാനവാസ് എല്ലാവരുടെയും കൂടെ കൂടി, മെയിനായിട്ട് ആദിലയുടെയും നൂറയുടെയും കൂടെ കൂടി അനീഷിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു പക്ഷേ ഷാനവാസിൻ്റെ ഭാഗത്തിൽ നിന്നും ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാവാം അനീഷിന് അത് ഫീലായതും. ആ കാര്യമാണ് അനീഷ് രാവിലെ ഷാനവാസിനോട് പറയുന്നതും. നീ ഒരു ചതിയനും വിശ്വാസവഞ്ചകനുമാണ് ഷാനവാസ് എന്നാണ് നമ്മുടെ അനീഷ് ഷാനവാസിനെ വിളിക്കുന്നത്. പിന്നെ അനീഷിൻ്റെ പ്രധാന സങ്കടം അനീഷ് പറയുന്നത്, എനിക്ക് എപ്പോഴും കിട്ടുന്നതല്ല അങ്ങനൊരു കോയിൻ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയതാണ്. ജിത്തു സാറും ആസിഫ് അലി സാറും അപർണ മേഡവും കൂടി തന്നതാണെന്നൊക്കെ പറഞ്ഞ് ആ കോയിനെ അനീഷ് എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസ് പറയുന്നത് പിള്ളേർ തമാശയ്ക്ക് എടുത്തു വെച്ചതാണ്, അല്ലാതെ അത് നശിപ്പിക്കില്ല, അത് തമാശയായിട്ട് എടുക്കണം. 2 ദിവസമായി എൻ്റെ കോയിൻ കാണാതെ പോയിട്ട്. ഈ 2 ദിവസം ഞാനത് ഫണ്ണായിട്ടാണ് എടുത്തത്, ഇനി എനിക്കതിന് പറ്റില്ല എന്ന് അനീഷും പറയുന്നു. അനീഷിനെ ചൊറിയാൻ വേണ്ടിയാണ് ആദില അങ്ങനെ ചെയ്തത്, അത് നമുക്ക് വ്യക്തമായി അറിയാം. അതിന് ഷാനവാസ് കൂട്ടുനിന്നതാണ് അനീഷിന് ഇത്രയും ദേഷ്യവും സങ്കടവും വരാൻ കാരണം എന്ന് കരുതി ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പ് കാർഡ് കളിച്ചതാണ് ഷാനവാസ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ നല്ല വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇനി അത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.